We live in a world where technology നമ്മുടെ കുഞ്ഞുങ്ങളെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന കണ്ടീഷൻ ലൈക്ക് സോഷ്യൽ മീഡിയ ലൈക്ക് യു ഹാവ് ദ റീൽസ് ആൻഡ് യു ഹാവ് ദ യൂട്യൂബ് യു ഹാവ് ദ വീഡിയോസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആക്സസ് ആയി നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. സോ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം പീരീഡിൽ നമ്മൾ ഈ ഒരു ടൈം വരെ കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഡിലേ വളരെ റെലവെന്റ് ആയിട്ടും വളരെ കൂടുതലായിട്ടും കണ്ടുവരുന്നു. സോ ഐ വാസ് ജസ്റ്റ് വണ്ടറിങ് എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം സ്പീച്ച് ഡിലേ ഉള്ളത് എന്നുള്ളത്. വാട്ട് ഡു യു തിങ്ക് അലക്സ്? വൈ ഡു യു തിങ്ക് വാട്ട് ഈസ് ദ കോസ് ഓഫ് ഇത്രയും സ്പീച്ച് ഡിലേ വരാനായിട്ട്? കോസ് ഓഫ് സ്പീച്ച് ഡിലേ പല കാരണങ്ങളായിട്ട് വരും. ഇപ്പം നമുക്ക് ഗാഡ്ജറ്റ്സ് കൊണ്ടുവരുന്ന സ്പീച്ച് ഡിലേസ് പേഷ്യൻസ് വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇസ് ലൈക്ക് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം ആ ഒരു ഇതിലോട്ട് ആ ഒരു എന്താ കണ്ടീഷനിലോട്ടായി. ഇപ്പം നമ്മളുടെ ലൈഫിലൊരു പാർട്ടാണ് ഇപ്പം എല്ലാ ഗാഡ്ജറ്റ്സും വരുന്നത്. സോ സ്ക്രീൻ ടൈം കൊണ്ട് കൊച്ചുങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് ആക്ച്വലി. ഒരാഴ്ച ചിലപ്പോൾ ഗാഡ്ജറ്റ്സ് ഒഴിച്ചു നിൽക്കുമായിരിക്കും. എത്ര നാൾ ചെയ്യും? അല്ല സത്യ, ബിക്കോസ് ഇപ്പൊ നമ്മൾ TV ഒഴിച്ചു നിൽക്കാന്ന് പറയാം. ഓക്കെ, ആൻഡ് വീട്ടില് മാതാപിതാക്കള് ഓർ ഗ്രാൻഡ് പേരൻസ് ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ ഡോണ്ട് യു തിങ്ക് ഗ്രാൻഡ് പേരൻസിന്റെ എന്റർടൈൻമെന്റ് ഇസ് ഓൺലി എ സോഴ്സ് ഓഫ് ടെലിവിഷൻ? എസ്പെഷ്യലി ഇത്രയും ബിസി ആയിട്ടുള്ള വേൾഡ്. സോ എങ്ങനെ ഈ സ്ക്രീൻ ടൈം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് പോകുന്നത്? ഐ തിങ്ക് ഇവിടെയാണ് ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇന്ററാക്റ്റീവ് സ്ക്രീൻ ടൈം ഒരു വളരെ നല്ല കോൺസെപ്റ്റാണ്. പക്ഷെ അതിന്റെ കൂട്ടത്തിലാണെങ്കിലും ഐ വിൽ സേ പേരൻസ് ഷുഡ് ടേക്ക് കൺട്രോൾ. പേരൻസ് ഷുഡ് നോ ഹൗ ടു ഹാൻഡിൽ തിങ്സ്. അവർ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക എന്നുള്ളതല്ല, പക്ഷേ പേരൻസ് ആ ഒരു കൺട്രോൾ അവരുടെ കയ്യിലോട്ട് കൊണ്ടുവരണം. മേ ബി ഇത്രയും സമയം മോൻ സ്ക്രീൻ കണ്ടു, അല്ലെങ്കിൽ ഇത്രയും സമയം ഞാൻ ഇത്രയും ഇത് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്തൊരു കാര്യം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ യൂഷ്വലി എന്തിനാണ് സ്ക്രീൻ കാണിക്കുന്നത്? നമ്മൾ കുറച്ച് ഫ്രീ ടൈം കിട്ടാനായിട്ട്, നമ്മൾ കുറച്ച് ഈസി ആക്കാനായിട്ട് നമ്മൾ കുട്ടികളെ സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മളുടെ ബർഡൻ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി അവരെ സ്ക്രീനിൻ്റെ മുമ്പിൽ ഇരുത്തുന്നത്. ആദ്യം ആ കോൺസെപ്റ്റ് മാറണം. നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഇത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അവരെ സ്ക്രീൻ ടൈമിൽ ചെല്ലുമ്പം ആ കുഞ്ഞു ബ്രെയിനിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് എന്താ, മോനെ സ്ക്രീൻ കണ്ടോ, നിനക്കിതാണ് ലെഷർ ടൈം, എൻ്റെ ലെഷർ ടൈമിന് പോകാനായിട്ട് നീ ഇത് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ TV കാണുമ്പോൾ ഒരു ചാനൽ അല്ലെങ്കിൽ 2 ചാനൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇത് എന്നാണ് വരുന്നത്. അതിൽ നിന്ന് ഇപ്പുറത്തെ ഹാവ് യു സീൻ എ TV കോൺവെർസേഷൻ, ഒരു റീൽസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ഹാവ് യു സീൻ വാട്ട് ഇപ്പോഴത്തെ പിള്ളേർ എന്താ ചെയ്യുന്നത്? ഐ തിങ്ക് നമ്മളൊക്കെ കുഞ്ഞുനാളില് വി യൂസ്ഡ് ടു വെയിറ്റ് ഫോർ കാർട്ടൂൺ നെറ്റ്വർക്കിലുള്ള ഷോ പോഗോ, നിക്ലൂനിയൻ. ഓ മൈ ഗോഡ്, ഇതൊക്കെ എന്തൊരു രസമുള്ള ഷോസ് ആയിരുന്നു. ആൻഡ് അതിനകത്ത് വെൻ ദെയർ വാസ് എ സ്മോൾ ആഡ് ബ്രേക്സ് ആൻഡ് ഓൾ ദാറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും വാട്ട് കെൻ ബി ദ നെക്സ്റ്റ് എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോഴത്തെ ഇതിലൊക്കെ ഐ ഫീൽ യൂട്യൂബ് ഇസ് ലൈക്ക് എ 1 hour ഫുൾ പ്ലേ ചാനൽ ഇറ്റ് ഹാസ്. ആൻഡ് ഓഫ് കോഴ്സ് ഇതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് ലൈക്ക് യു സെഡ് അലക്സ്, കുഞ്ഞിന്റെ ആ ചെറിയ ബ്രെയിൻ, കുഞ്ഞു ബ്രെയിനിൽ വി ആർ ഫീഡിങ് ദിസ് തിങ്. ഇറ്റ്സ് ലൈക്ക് the new form of an addiction. നമ്മൾ പറയും ആൽക്കഹോൾ അഡിക്ഷൻ or സ്മോക്കിംഗ് അഡിക്ഷൻ ആണ്, ബട്ട് ഐ ഫീൽ ടെലിവിഷൻ ഇസ് ദ ന്യൂ ഫോം ഓഫ് അഡിക്ഷൻ. ഡോപ്പമിൻ റിലീസ് ആവും. ബേസിക്കലി നമ്മൾ ബ്രെയിനിൻ്റെ അകത്ത് ഡോപ്പമിൻ റിലീസ് ആണ് നമുക്ക് എന്ത് സാധനത്തിലോട്ടുള്ള അഡിക്ഷൻ വരുന്നത്. സോ നമ്മൾ കുട്ടികളിൽ പഠിപ്പിച്ച് വരുന്നത് ഇത് കാണുമ്പം ആൾക്കാർക്ക് ആ ഒരു സ്ട്രെസ് ഹോർമോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഡോപ്പമിൻ റിലീസ് അവർക്ക് ഉണ്ടാവുന്നു. അപ്പം അത് അവരൊരു എന്താ പറയാ, അവരിത് പിന്നെയും കാണാനായിട്ടുള്ള ഒരു അഡിക്റ്റ് പോലെ ആയി മാറും. സോ ബേസിക്കലി അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ടാവുന്നത്. പക്ഷെ അതിന് ഐ വിൽ സേ ഇറ്റ് ഇസ് ബേസിക്കലി നമ്മൾ പേരൻസ് ഷുഡ് ടേക്ക് ദാറ്റ് കൺട്രോൾ. അവരെ TV കാണിക്കണം, സ്ക്രീൻ ടൈം ഉണ്ടാവണം, പക്ഷെ അതൊരു യൂഷ്വൽ ഇതാണെന്നുള്ള രീതിയിലേ ആക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് നേരം കാണിക്കുക, ഒരുപാട് നേരം ഇത് ചെയ്യുക എന്നല്ല, ഒരു യൂഷ്വൽ ഒരു ഇത്രയും സമയം മോനെ ഇത് കണ്ടോ, നിന്റെ ഒരു കാം ആവാനുള്ള പീരീഡ് ഓഫ് ടൈം നീ കണ്ടോ, അത് കഴിയുമ്പോൾ നീ അടുത്ത ജോലിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത എന്താണോ അവൻ്റെ കാര്യം അതിലോട്ട് പോകണം. പിന്നെ നമ്മൾ അവരെ മാത്രം സ്ക്രീൻ ടൈം ഒഴിച്ചിട്ടിട്ട് കാര്യമില്ല. നമ്മൾ ഫുൾ ടൈം നമ്മളും സ്ക്രീനിന് മുമ്പിലാകുമ്പോഴത്തേക്കും അത് വീണ്ടും അത് ഗ്രാസ്പ് ചെയ്തുകൊണ്ടിരിക്കും. അവർ ബേസിക്കലി നമ്മുടെ ചുറ്റുമുള്ള എൻവയറമെന്റിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെന്താണോ കാണുന്നത് അത് അവർ പഠിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഡിയർ പേരൻസ്, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ, ബീറ്റ് ഡോക്ടർ, ടീച്ചർ, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ആരെങ്കിലും നോ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കമൻറ്റ് ബിലോ, ബിക്കോസ് നിങ്ങളുടെ കമൻറ്റ്സ് ആർ വാലിഡ്.
it's an eye opener for so many other parents. അതുപോലെ തന്നെ a no screen time is not a solution. It is an interactive screen time, and Alex പറഞ്ഞ പോലെ it is about parents taking control. So next time, let's make screen time an enjoyable factor at home.